28 ബോളിൽ 43 റൺസ് അടിച്ചിട്ട് കൃണാൽ പാണ്ഡ്യയും കട്ട സപ്പോർട്ട് കൊടുത്തു രജത് പാട്ടിദാറിന് 5 4ഉം 2 6 അടിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം ഇറങ്ങിയ ജിതേഷ് ശർമ്മ 5 ബോളിൽ 15 റൺസ് എടുത്ത് ആളുടെ ഒരു ഫിനിഷിംഗ് സ്റ്റൈൽ ഗംഭീരാക്കി. 300 ആയിരുന്നു ആളുടെ സ്ട്രൈക്ക് റേറ്റ്. ഇന്നലെ GT ബോളേഴ്സിൽ ഒരുവിധം എല്ലാവരും നല്ല രീതിയിൽ തന്നെ അടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ റബാഡ, മുഹമ്മദ് സിറാജ്, അതുപോലെ പ്രസിദ്ധ് കൃഷ്ണ, കെജ്രോളിയ എല്ലാവരും 10 മേലെയായിരുന്നു എക്കണോമി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മുടെ റബാഡ 4 ഓവറിൽ 54 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്ത സമയത്ത് മുഹമ്മദ് സിറാജ് 3 ഓവർ എറിഞ്ഞ സമയത്ത് തന്നെ 46 റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. വിക്കറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു. 4 ഓവറിൽ 39 റൺസ് കൊടുത്ത് 2 വിക്കറ്റ് എടുത്ത ജെയ്സൺ ഹോൾഡർ ആണ് ശരിക്കും ഇന്നലെ കുറച്ചെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയ നല്ലൊരു ബൗളർ എന്ന് പറയും. റബാഡയ്ക്ക് ഒരു കൂട്ടായിട്ട് പ്രസിദ്ധ് കൃഷ്ണ ഉണ്ടായിരുന്നു. 4 ഓവറിൽ 53 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നു. 1 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്ക് ഇന്നലെ 3 50 കാണണ്ടായിരുന്നു മുഹമ്മദ് സിറാജ് ഒരു ഓവറും കൂടി ചെയ്തിരുന്നെങ്കിൽ. കളിച്ച് തന്നെ നേടിയ ഒരു ഗംഭീര വിജയമാണ് ശരിക്കും RCBയുടേത്. അതുകൊണ്ട് തന്നെ അവർ ഡിസേർവിംഗ് ആയിട്ടാണ് ഫൈനലിൽ എത്തിയിട്ടുള്ളത്. ഇനി GTക്ക് ഒരു മാച്ചും കൂടി വെയിറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് ഇന്ന് നടക്കുന്ന മാച്ച് RR വേഴ്സസ് SRH. അതിലെ വിന്നേഴ്സ് ആയിട്ടുള്ള ആരാണോ അവരുടെ കൂടെ ആയിരിക്കും എഗെയിൻ ഒരു ക്വാളിഫയർ മാച്ച് ഉണ്ടാവുക. ആ മാച്ചിൽ ജയിക്കാൻ വരുന്ന കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പം ലൂസ് ആയിട്ടുള്ള ഒരു മൊമെന്റത്തിലാണ് GT നിൽക്കുന്നത്. ഇനി ക്വാളിഫയർ 2 കളിക്കുന്ന ടീം എന്തായാലും അതിൽ ജയിക്കുന്ന ഒരാളായിരിക്കും. ജയിക്കുന്ന ടീമിന് ആ ഒരു വിന്നിംഗ് മൊമെന്റും കൂടി ഉള്ളതുകൊണ്ട് തന്നെ അടുത്ത മാച്ച് കുറച്ച് ടഫ് ആയിരിക്കും GTക്ക്. RCB എന്തായാലും സേഫ് സോണിൽ തന്നെ ഈസി ആയിട്ട് ഫൈനലിലോട്ട് എത്തിയിട്ടുണ്ട്. അവർ വെയിറ്റ് ചെയ്യാണ് ആര് വരും എന്ന് അറിയാൻ വേണ്ടിയിട്ട്.